പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സസ്യങ്ങളിലെ ചലനങ്ങൾ പറഞ്ഞു, ജന്തുക്കളിലെ ചലനം പറഞ്ഞു, പൊതുവായ ചലനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ സൂക്ഷ്മമായിട്ടുള്ള ചലനങ്ങളും അതേപോലെ സ്ഥൂല ചലനങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലേ നമ്മൾ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മറ്റൊരു ടോപ്പിക്കാണ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുവരെ പറഞ്ഞത് നിങ്ങളൊന്ന് ഓടിച്ചിട്ട് പോയാൽ മതി, പക്ഷെ ഇനി പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം വൈകാതെ ക്ലാസ്സിലേക്ക് പോകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. എല്ലാവരും പഠിക്കട്ടെ തന്നെ. നമ്മൾ പറഞ്ഞു നമ്മുടെ ചുറ്റുമുള്ള ജീവികൾ, സസ്യങ്ങൾ, അതേപോലെ നമ്മുടെ ഉള്ളിൽ പലതരം ചലനങ്ങൾ നടക്കുന്നുണ്ടെന്ന്. ജീവികളിൽ ഈ ചലനങ്ങൾ സാധ്യമാക്കുന്നത് ചലനോപാധികൾ വഴിയാണ്. ഓരോ ജീവികളിലും വിവിധ തരം ചലനോപാധികൾ ഉണ്ടാവും. നമുക്ക് അവയൊന്ന് ഓടിച്ചിട്ട് പോവാം. പാരമീസിയത്തിലെ ചലനോപാധി എന്ന് പറയുന്നത് സീലിയാണ്. സീലിയാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ചലിക്കാൻ സഹായിക്കുന്നത്. യൂഗ്ലീനയ്ക്ക് ഇതാ ഒരു വലിയൊരു ഫ്ലജെല്ലോ ഉണ്ട്. ഈ ഫ്ലജെല്ലോ ആണ് എന്തിനു സഹായിക്കുന്നത്, യൂഗ്ലീനെ ചലിക്കാൻ സഹായിക്കുന്നത്. ഇനി നമ്മുടെ മത്സ്യങ്ങൾ, നമുക്കറിയാം മത്സ്യത്തിന് എന്തുണ്ട്, വലിയൊരു വാലുണ്ട്, ടെയിലുണ്ട്, അതേപോലെ ഫിൻസ് ഉണ്ട് അല്ലെ. ഇതെല്ലാം എന്തിനു സഹായിക്കുന്നു, മത്സ്യങ്ങളിൽ ചലനത്തിന് സഹായിക്കുന്നു. ഇനി തവളകൾ നോക്കിക്കേ, വെബ്ബഡ് ഫീറ്റ് ആണല്ലേ. ഈ കാലുകളുടെ പ്രത്യേകത എന്താ, വെബ്ബഡ് ആണല്ലേ, അതായത് പരസ്പരം കണക്ട് ചെയ്തുള്ളൊരു പാദങ്ങളാണ് തവളകളിൽ കാണുന്നത്. ഇനി അടുത്തത് പറയുന്നത് തിമിംഗലം. തിമിംഗലത്തിന് എന്തുണ്ട്, ടെയിലുണ്ട്, ഫ്ലിപ്പേഴ്സ് ഉണ്ട്, അതേപോലെ ഫിൻസ് ഉണ്ട്. വിങ്സ് ആരെല്ലാം കാണുന്നത്, പക്ഷികളിലാണല്ലേ വിങ്സ് കാണുന്നത്. പക്ഷികളുടെ ചലനം എന്ന് പറയുന്നത് പറക്കലാണ്. ഈ പറക്കാൻ സഹായിക്കുന്നത് വിങ്സ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന സിമ്പിൾ കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്പീഡിൽ പോകുന്നത് കേട്ടോ. നോക്കൂ, ബാക്ടീരിയയുടെ ചലനോപാധി എന്താണ്, ഫ്ലജെല്ലോ ആണല്ലേ. അമീബയുടേത് കപടവാദം, ഹൈഡ്രയുടേത് ടെൻഡക്കിൾസ്. ബാക്കി മനുഷ്യരത് നിങ്ങൾ എഴുതുക. അതേപോലെ കുറച്ച് ജീവികളുടെ പേരും ചലനോപാധികളും നിങ്ങൾ കണ്ടെത്തി എഴുതുക കേട്ടോ, മറക്കരുത്. എല്ലാം മിസ് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു സ്പൂൺ ഫീഡിങ് പോലെ ആയി പോവല്ലോ. ഇനി കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് കണ്ടെത്തി എഴുതി നോക്കുക. അപ്പൊ ആ ഒരു കുഞ്ഞു ഭാഗം കഴിഞ്ഞു. ഇനി പറയാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാംസിന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് കേട്ടോ പറയാൻ പോകുന്നത്. മനുഷ്യരിൽ പലതരം ചലനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ കാണുന്ന ചലനം എന്താ, ഓട്ടം, ചാട്ടം, അതായത് കൈകാലുകളുടെ ചലനം മാത്രം. പിന്നെ ഞാൻ ഇൻട്രോ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺപീലികളുടെ ചലനം, അതേപോലെ അത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കൃഷ്ണമണിയുടെ ചലനമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ചലനങ്ങളാണ് അല്ലെ. ഇത് കൂടാതെ നമുക്ക് കാണാൻ കഴിയാതെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പലതരം ചലനങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ശരീര ചലനങ്ങൾ, മനുഷ്യരിലെ പ്രധാനപ്പെട്ട ശരീര ചലനങ്ങളാണ് പറയുന്നത്. പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു പോകണം. ഫസ്റ്റ് വന്നാണ് കോശദ്രവ്യത്തിന്റെ ചലനം. നമുക്കറിയാം നമ്മുടെ കോശങ്ങളിൽ കാണുന്ന ഫ്ലൂയിഡ് ആണ് എന്ത്, കോശദ്രവ്യം എന്ന് പറയുന്നത്. ഇതെന്തിനു സഹായിക്കുന്നു, പദാർത്ഥങ്ങളെ കോശത്തിലുടനീളം വിതരണം ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്, ഈ കോശദ്രവ്യമാണ്. അപ്പൊ ഈ കോശദ്രവ്യം എന്ത് ചെയ്യും, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും, ചലിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഒന്നാമത്തെ ചലനം കോശദ്രവ്യത്തിന്റെ ചലനമാണ്. ഇതെന്തിനു സഹായിക്കുന്നത്, പദാർത്ഥങ്ങളെ കോശദ്രവ്യത്തിലുടനീളം വിതരണം ചെയ്യാൻ സഹായിക്കുന്നു. രണ്ടാമത്തത് സ്യൂഡോപോഡിയൽ ചലനം. സ്യൂഡോപോഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കപടപാദം പറഞ്ഞു അല്ലേ അമീബയില്, അതേപോലെ തന്നെ ഈ കപടപാദ ചലനങ്ങൾ എന്നൊക്കെ നമ്മൾ ഇരിക്കും, അതൊക്കെ നമ്മളുടെ ഉള്ളിൽ നടക്കുന്നുണ്ടോ, ഉണ്ട്. സ്യൂഡോപോഡിയൽ ചലനം എവിടെയാണ് നടക്കുന്നത്, ശ്വേതരക്താണുക്കളിൽ കപടപാദങ്ങൾ സഞ്ചാരത്തിനും പ്രതിരോധത്തിനും സഹായിക്കുന്നു. ഒരു പുതിയൊരു അറിവായിരുന്നു അല്ലേ. വൈറ്റ് ബ്ലഡ് സെൽസിന് എന്തുണ്ട്, കപടപാദങ്ങൾ ഉണ്ടല്ലേ. നമ്മുടെ ഉള്ളിലേക്ക് കയറുന്ന അന്യവസ്തുക്കളെ വിഴുങ്ങി നശിപ്പിക്കാൻ സഹായിക്കുന്ന ആൾക്കാരാണ് എന്ത്, ശ്വേതരക്താണുക്കൾ. അതൊരു സ്യൂഡോപോഡിയൽ ചലനം. സ്യൂഡോപോഡിയൽ ചലനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന സ്യൂഡോപോഡിയ, നമ്മുടെ അമീബയില് മാത്രമാണോ സ്യൂഡോപോഡിയൽ ചലനം ഉള്ളത്, അല്ല, നമ്മുടെ ഉള്ളിലും എന്തുണ്ട്, സ്യൂഡോപോഡിയൽ ചലനം കാണുന്നുണ്ട്. അത് എവിടെയാണ് പെർട്ടിക്കുലർ ആയിട്ട് കാണുന്നത്, WBC അല്ലേ, വൈറ്റ് ബ്ലഡ് സെൽസിൽ, നമ്മുടെ ശ്വേതരക്താണുക്കളിൽ എന്ത് കാണുന്നുണ്ട്, WBC ഇതേപോലെ സ്യൂഡോപോഡിയ കാണുന്നുണ്ട്. ഈ WBC എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന അന്യവസ്തുക്കളെ വിഴുങ്ങി നശിപ്പിക്കും അല്ലെ, എൻഗൾഫ് ചെയ്യും. അതിനെന്താ പറയാ, ഫാഗോസൈറ്റോസിസ്. എന്താണ്, ഫാഗോസൈറ്റോസിസ്. ഒന്ന് പ്രാവശ്യം കൂടി പറഞ്ഞേ, ഫാഗോസൈറ്റോസിസ്. ഏതാണ്, WBC ഏത് സെല്ലുകളാണ്, അത് നമ്മുടെ മോണോസൈറ്റും ന്യൂട്രോഫിലും എന്ത് ചെയ്യും,
ഈ നമ്മുടെ ശരീരത്തിലേക്ക് കയറി വരുന്ന ഈ അന്യവസ്തുക്കളെ എൻഗൾഫ് ചെയ്യും. ഈ എൻഗൾഫ് ചെയ്യുന്ന ഈ അതായത് വിഴുങ്ങി നശിപ്പിക്കും. ഈ നശിപ്പിക്കുന്ന ഈ ഒരു പ്രക്രിയയെ പറയുന്ന പേരാണ് എന്ത്? ഫാഗോസൈറ്റോസിസ്. ഈ സ്യൂഡോപോഡിയൽ ചലനം എവിടെയാണ് കാണുന്നത്? നമ്മുടെ WBC യിലാണ്. ഇനി ഫ്ലജെല്ലാർ ചലനം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫ്ലജെല്ലാർ ചലനം എവിടെയാണ് നമ്മുടെ ശരീരത്തിൽ കാണുന്നത്? സ്പേം സെൽസിലല്ലേ? സ്പെർമാറ്റോസോവ. നമ്മുടെ പുംബീജങ്ങളിലാണ് എന്ത് കാണുന്നത്? നമ്മുടെ ഈ ഫ്ലജെല്ലാർ ചലനം കാണുന്നത്. അപ്പൊ മെയിൽ ഗമീറ്റ്സിലാണ് ഫ്ലജെല്ലാർ ചലനം കാണുന്നത്, അല്ലെങ്കിൽ പുംബീജങ്ങൾ. സീലിയറി ചലനങ്ങൾ എവിടെയാ കാണുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശ്വാസകോശത്തിലേക്ക് കടക്കുന്ന നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്കിൽ എന്തുണ്ട്? സീലിയ ഉണ്ട്. ഈ സീലിയ എന്ത് ചെയ്യും? നമ്മുടെ ശ്വാസനാളത്തിലേക്ക് കടക്കുന്ന പൊടിപടലങ്ങളെ അങ്ങോട്ട് കയറാതിരിക്കാൻ സഹായിക്കും. അതുപോലെ സീലിയ എവിടെയാ കാണുന്നത്? നമ്മുടെ ഇയറിൽ കാണുന്നുണ്ട് അല്ലേ? രോമങ്ങൾ, നേസൽ കാവിറ്റി, മൂക്കിന്റെ ഉള്ളില് സീലിയ ഒക്കെ കാണുന്നുണ്ടല്ലേ? ഫല്ലോപ്പിയൻ ട്യൂബ്, ഇവിടെയൊക്കെയാണ് എന്ത് കാണുന്നത്? സീലിയ കാണുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചലനമാണ് എന്ത്? പേശികളുടെ ചലനം. നമ്മൾ ഇങ്ങനെ നടക്കുന്നതും ഓടുന്നതും ചാടുന്നതും ഒക്കെ എന്തുകൊണ്ടാ? ഈ നമ്മുടെ പേശികളുടെ സങ്കോചവും അതേപോലെ അതിന്റെ വികാസവും കൊണ്ടാണ് എന്ത് കണ്ടുവരുന്നത്? നമ്മുടെ ശരീരത്തിൽ ഇതേപോലെ മൂവ്മെന്റ്സ്, ചലനങ്ങൾ ഉണ്ടാവണം. നമ്മൾ നേരിട്ട് കാണുന്ന കൈയുടെ മൂവ്മെന്റ്, കാലിന്റെ മൂവ്മെന്റ് ഒക്കെ ഉണ്ടാവുന്നത് ഈ പേശികളുടെ ചലനം മൂലമാണ്. ശരീരത്തിലെ ചലനങ്ങൾ പ്രധാനമായിട്ടും 5 തരത്തിലുണ്ട്. കോശദ്രവ്യത്തിന്റെ ചലനം, സ്യൂഡോപോഡിയൽ ചലനം, ഫ്ലജെല്ലാർ ചലനം, സീലിയറി ചലനം, അതേപോലെ പേശികളുടെ ചലനം. അപ്പൊ പേശികളുടെ പ്രവർത്തനമാണ് മനുഷ്യനിൽ വൈവിധ്യമാർന്ന ചലനങ്ങൾക്കും സഞ്ചാരത്തിനും കാരണമാകുന്നത്. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഈ പേശി കല എന്നുള്ളതാണ്. എങ്ങനെയാണ് പേശികൾ നമ്മുടെ ഈ സഞ്ചാരത്തിനും അതേപോലെ ചലനത്തിനും ഒക്കെ സഹായിക്കുന്നത്. പേശി കല, മസിൽ ടിഷ്യൂസ്.